മൂവി ബ്രാഞ്ചിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അമ്മ സംഘടന പൊട്ടിപ്പാളീസാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലുള്ള വാക്കുതർക്കങ്ങളാണ് എന്നൊക്കെ നമുക്കറിയാം. ലക്ഷ്മിപ്രിയ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അൻസിബയും ഉന്നയിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കം, ഇതിനിടയിൽ ചില ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ്. നടി അൻസിബ ഹസനുമായി ചേർത്ത് നടി ലക്ഷ്മിപ്രിയ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടുള്ള മിഥിലാജ് അബ്ദുൾ. ലക്ഷ്മിപ്രിയയുടെ പേര് പറയാതെയാണ് മറുപടിയെങ്കിലും ഇത് ലക്ഷ്മിപ്രിയയോടുള്ള മറുപടി എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ താൻ ലക്ഷ്മിപ്രിയയെ കണ്ടത് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ച് മാത്രമാണെന്ന് മിഥിലാജ് വ്യക്തമാക്കുന്നു. തനിക്കെതിരായ വ്യക്തിഹത്യയ്ക്കും അസത്യ പ്രചാരണങ്ങൾക്കുമെതിരെ നിയമ നടപടി ആരംഭിച്ചുവെന്ന് മിഥിലാജ് ചൂണ്ടിക്കാണിച്ചു. നേരത്തെ ലക്ഷ്മിപ്രിയ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിനെതിരെ അൻസിബ ഹസൻ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജവും അശ്ലീലവും നിറഞ്ഞതുമായിട്ടുള്ള വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതായിരുന്നു പരാതി. ഈ അഭിമുഖത്തിൽ ലക്ഷ്മിപ്രിയ മിഥിലാജിനെ കുറിച്ചും പരാമർശിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയാണ് മിഥിലാജിന്റെ ഈ പ്രതികരണം. മിഥിലാജിന്റെ വിശദീകരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: 2026 ജനുവരി 30, സമയം 2 to 3 മണി. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷന് മുന്നിൽ മണിക്കൂറുകളോളം നീണ്ട മാനസിക പീഡനത്തിനൊടുവിൽ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഖേദപ്രകടനത്തിന്റെ പകർപ്പ് പോലും നൽകാതെയാണ് അൻസിബ ഹസനെയും സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ സുധിയെയും അവർ പറഞ്ഞയച്ചത്. ആ അടിസ്ഥാന സാഹചര്യത്തിലാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത്. കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ട ഞാൻ ഉടൻ സ്റ്റേഷനിലെത്തി SI രമേഷിനെ കണ്ടു. നിയമവിരുദ്ധമായിട്ടുള്ള ആ ഏകപക്ഷീയമായ നടപടിക്കെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ നിവർത്തിയില്ലാതെ അവർ ആ പകർപ്പ് കൈമാറാൻ നിർബന്ധിതരായി. ഈ നീതി നിഷേധത്തിന് വേദിയൊരുക്കിയ ആ മഹതി അവിടെ തന്നെ തറവാട്ട് സ്വത്തെന്ന പോലെ വിലസി നടപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത നോട്ടം, പിന്നാലെ സ്റ്റേഷനിലെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് വിട പറഞ്ഞ് മടങ്ങുന്ന ആ കാഴ്ച. ഇന്ന് കോടതിയിൽ അൻസിബ ഉയർത്തിക്കാട്ടുന്ന ആ നിർണായക തെളിവ് അന്ന് ഞാനും സുഹൃത്തും പോരാടി വാങ്ങിയതാണ്. ആ തെളിവിനെതിരെ തിരക്കഥാകൃത്തായ ആ മഹതി മെനഞ്ഞെടുത്ത തട്ടിപ്പ് കഥയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഈ മഹതിയെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഞാൻ നേരിട്ട് കണ്ടത് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ച് മാത്രമാണ്. ഇതിന് വിപരീതമായി ഈ കാലയളവിൽ എന്നെ എവിടെയെങ്കിലും വച്ച് കണ്ടതായി തെളിയിക്കാൻ ഞാൻ ആ വ്യക്തിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. നുണകൾ മെനയാനുള്ള ഇവരുടെ അസാമാന്യ കഴിവിനെ ശരിക്കും സമ്മതിക്കണം. അമ്മയിലെ ജനറൽ ബോഡിയിലെ തോൽവിക്ക് പകരം വീട്ടാൻ ബോംബെക്കാരി ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ഐഡിയ പരീക്ഷിച്ചതാണ് എന്ന് മനസ്സിലായി. പിക്ചർ അഭി ബാക്കി ഹെ മേരാ ദോസ്ത് എന്ന്. എനിക്കെതിരെ നടത്തിയ ഈ വ്യക്തിഹത്യയ്ക്കും അസത്യ പ്രചാരണങ്ങൾക്കും എതിരെ നിയമപരമായ നടപടികൾ ഞാൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. പണവും സ്വാധീനവും നൽകി മാത്രം സൗഹൃദങ്ങൾ കെട്ടിപ്പടുത്ത ശീലമുള്ള ആ മഹതിയോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: അൻസിബയുടെ പോരാട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവസാന ശ്വാസം വരെ കൂടെയുണ്ടാകും. അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി. മലയാള സിനിമാ മേഖലയിൽ തനിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യകൾക്കും വേട്ടയാടലുകൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ അൻസിബ നടത്തുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. തനിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തി എന്ന് കാണിച്ച് അൻസിബ ഹസൻ വീണ്ടും പോലീസിൽ പരാതി നൽകിയതടക്കം അതിനുള്ള തെളിവാണ്. നടിമാരായ ശ്വേത മേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലടക്കം നിലവിൽ അൻസിബ പരാതി നൽകി കഴിഞ്ഞു. തൊട്ടു പിന്നാലെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി. അവർ ആദ്യം തന്നെ മേത്തച്ചിയാക്കിയെന്നും പിന്നെ ജിഹാദിയാക്കിയെന്നും മതപരിവർത്തനത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തിയെന്നുമാണ് അൻസിബ കുറിപ്പിലൂടെ പറയുന്നത്. ഒരു മഹാനടൻ മുതൽ ജനപ്രതിനിധി വരെ അതിന് കൂട്ടുനിന്നു. ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം കൊണ്ട് ഇപ്പോൾ ഞാൻ രംഗത്ത് വരുന്നു എന്ന് അൻസിബ പറയുന്നു. അൻസിബയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം: എൻ്റെ ഓരോ തരിയിലും കത്തിയെരിയുന്ന ഈ വേദനയ്ക്ക് വാക്കുകളില്ല. ആദ്യം മേത്തച്ചിയാക്കി, പിന്നെ ജിഹാദിയാക്കി, മതപരിവർത്തനത്തിന്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തി. ജനപ്രതിനിധി മുതൽ പലരും ഇതിൽ കൂട്ടുനിന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ആ ജനപ്രതിനിധിയുടെ മകൻ എനിക്ക് അയച്ച സന്ദേശം മാത്രം ബാക്കി: തളരരുത്. ചാരുകസേരയിലിരുന്ന് അവർ എൻ്റെ സ്വഭാവഹത്യ നടത്തി. മഹാനടൻ മുതൽ സഹപ്രവർത്തകർ വരെ അവസാനം എൻ്റെ രണ്ടാനച്ഛൻ്റെ പേരിൽ പോലും എന്നെ തേജോവധം ചെയ്തു. ഇപ്പോൾ സുഹൃത്തുക്കളിലേക്കും ആ ക്രൂരമായ വിരലുകൾ നീളുന്നു. കൂടെ പിറന്ന 4 സഹോദരങ്ങൾ കൂടി എനിക്കുണ്ട് എന്ന ചിന്ത പോലും അവർക്ക് എന്നെ തകർക്കാൻ തടസ്സമായില്ല. ലക്ഷങ്ങൾ ഒഴുക്കി PR ഏജൻസികളെ കൊണ്ട് അവർ എനിക്കെതിരെ ഗൂഢാലോചന മെനയുന്നുണ്ട്. ഇനിയും അവർ ആക്രമിക്കും, ഇനിയും അവർ എന്നെ വേട്ടയാടും. എനിക്കറിയാം. പക്ഷേ എൻ്റെ സംഘടനയിൽ ഞാൻ ചോദിച്ച ഉത്തരവാദിത്തമില്ലാത്ത ആ ചോദ്യങ്ങൾ
വായുവിൽ അലിയുന്നുണ്ട്. അവ എന്നേക്കുമായി മൗനമാക്കപ്പെട്ടില്ല. ജീവൻ തന്നെ അപകടത്തിലാണെന്നറിഞ്ഞിട്ട് ഞാൻ പൊരുതാൻ തീരുമാനിച്ചത് എൻ്റെ ഒടുവിലത്തെ ആശ്രയം ഈ രാജ്യത്തെ നിയമം മാത്രമായതുകൊണ്ടാണ്. നീതി പുലരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ക്രൂരതകൾക്കെതിരെ ഞാൻ ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകി. സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഈ ഇരുളിലും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ നീതിയിലുള്ള വിശ്വാസം മാത്രമാണ്. കഴിഞ്ഞ ദിവസമാണ് ഏറെ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒക്കെ ഒടുവിൽ താരസംഘടനയായ അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ച് പോയതും വിവാദമാകുന്നതുമൊക്കെ. പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഉൾപ്പെടെ 17-അംഗ ഭരണസമിതിയായിരുന്നു ഈ രാജി സമർപ്പിച്ചത്. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലിയുള്ള തർക്കം മൂർച്ഛിച്ചതോടെയാണ് അമ്മ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ച് പുറത്തുപോകുന്നത്. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് ശ്വേതാ മേനോൻ വേദിയിൽ കയറി അറിയിച്ചു. അധികാരത്തിലെത്തിയ ഒരു വർഷം തികയുന്നതിന് മുന്നെയാണ് ഭരണസമിതിയുടെ ഈ രാജി. ശേഷം ആക്രമിക്കപ്പെട്ട അതിജീവിത ഉൾപ്പെടെ ഒരു സ്ത്രീക്കും അമ്മയിൽ നിന്ന് നീതിക്കും പരിഗണനയും ലഭിക്കില്ലെന്ന് മനസ്സിലായ ശേഷമാണ് സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നതെന്ന് അൻസിബ ഹസൻ പറഞ്ഞിരുന്നു. അത് മനസ്സിലായ ശേഷമാണ് സംഘടനയിൽ നിന്ന് പുറത്തുപോയതെന്നും രാജിവെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കണ്ണ് തള്ളുന്ന ഇമോജി മാത്രമായിരുന്നു പ്രസിഡന്റിന്റെ മറുപടി എന്നും അൻസിബ ചൂണ്ടിക്കാട്ടിയതാണ്. ഗൃഹലക്ഷ്മിക്ക് അനുഭവിച്ച അഭിമുഖത്തിലായിരുന്നു അൻസിബയുടെ ഈ തുറന്നു പറച്ചിൽ. സംഘടനയെ ഒരിക്കലും തള്ളി പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അംഗങ്ങൾക്കായി അമ്മ ചെയ്യുന്നുണ്ട്. എന്നാൽ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ വേദനാജനകം. ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമ്മിറ്റിയിൽ പറയുക സ്വാഭാവികം. വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞാൽ അത് മനസ്സിൽ വെച്ച് വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്നതാണ് ദുസ്സഹം. എനിക്കെതിരെ അഭിഹിത കഥകൾ പ്രചരിപ്പിച്ചതും കള്ളക്കേസിൽ കുടുക്കിയതും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും വർഗീയവാദിയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചതുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനെതിരെ പലതവണ തെളിവ് സഹിതം പരാതികൾ ഉന്നയിച്ചിട്ടും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരിഗണിച്ചില്ല. അതിജീവിത ഉൾപ്പെടെ വേദനിക്കുന്ന ഒരു സ്ത്രീക്കും ഈ കമ്മിറ്റിയിൽ നിന്ന് നീതിയും പരിഗണനയും ലഭിക്കില്ലെന്ന് ഉറപ്പ് ആയതോടുകൂടെയാണ് താൻ രാജിയിലേക്ക് എത്തിയത്. രാജി അറിയിച്ചപ്പോൾ കണ്ണു തള്ളിയ ഒരു ഇമോജി മാത്രമായിരുന്നു പ്രസിഡന്റിന്റെ മറുപടി. അതേസമയം അമ്മയിലെ തന്റെ അംഗത്വം രാജിവെക്കുകയാണെന്ന് ശ്വേതാ മേനോനും അറിയിച്ചത് ഈ അടുത്ത ദിവസമാണ്. അമ്മ സംഘടനയിൽ കുറ്റാരോപിതരായ ആളുകളുടെ കയ്യിലേക്ക് തന്നെ സംഘടന എത്തിച്ചേരുന്നു എന്നും അതിനുള്ള ശ്രമമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നുമൊക്കെയാണ് ശ്വേതയുടെ കുറ്റപ്പെടുത്തൽ. താൻ പ്രസിഡന്റായ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ കണക്കുകളെല്ലാം ശരിയാണെന്നും ശ്വേത അറിയിച്ചു. നടൻ ബാബുരാജ് അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ശ്വേതാ മേനോൻ രാജിവെച്ചത്. ബാബുരാജിന്റെ കാലത്തെ കണക്കുകൾ കൃത്യമല്ലെന്നും അജണ്ട ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടന്നതെന്നുമാണ് ശ്വേതയുടെ ആരോപണം.